ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ലിമിറ്റ്ലെസ് സൺഷൈൻ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസിനെ പറ്റിയാണ്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ വളരെ മനോഹരമായിരുന്നു. കാരണം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെൻ്റ് വെച്ചാണ് ഈ ഒരു എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ പോകുമായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ നാട്ടിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ പ്രഗ്നൻസിയിലെ ലോങ് ജേർണി ആയിരുന്നു, ഫസ്റ്റ് ട്രെയിൻ ജേർണി. അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. അതുമാത്രമല്ല വീടെത്തിയ സമയത്ത് എന്നെ വെയിറ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു എന്ത് സർപ്രൈസും കൊണ്ടാണ് ഞാൻ വരുന്നതെന്നുള്ളത്. എൻ്റെ അമ്മയും അച്ഛനെ അനിയത്തിനെ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അവിടെ എൻ്റെ ഫാമിലി ഫുള്ളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സർപ്രൈസ് പൊട്ടിച്ചു. വിഷു സ്പെഷ്യലായിട്ട് പറഞ്ഞ സർപ്രൈസ് ആയിരുന്നു. ഒരു മിക്സഡ് മൂമെൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ആരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആകും അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നു എന്ന കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ഒരു ഐഡിയ പോലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അതൊരു ഭയങ്കര ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു. അതിനോടൊപ്പം തന്നെ ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ അമ്മയൊക്കെ അറിയാമല്ലോ. അമ്മയെന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താ പറയാത്തെ, ഇത്രയും നാളായില്ലേ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വഴക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ മിക്സഡ് മൂമെൻറ്റ്. ഓക്കെ, എന്തായാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ഇനി പറയുകയാണെങ്കിൽ ഫുഡ് ഇപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ട്രൈമസ്റ്റർ പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ട് സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കഴിക്കാൻ പറ്റി. കാരണം നേരത്തെ ഉള്ള ഒരു ക്ഷീണം, ബുദ്ധിമുട്ട് അങ്ങനെയുള്ള അവസ്ഥയൊന്നും ഇല്ലായിരുന്നു. അത് മാത്രമല്ല, ഞാൻ നാട്ടിൽ വന്നില്ലേ, നാട്ടിൽ വന്ന് ആ ഒരു സ്റ്റാർട്ടിങ് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് എന്ത് ഫുഡും കഴിക്കാൻ പറ്റുന്നൊരു മൂഡുമാണ്. പ്ലസ് എല്ലാ ഫുഡും എനിക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി എൻ്റെ 2 അമ്മമാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് കഴിച്ചു. സമ്മർ സീസൺ ആണ്, ചക്ക, മാങ്ങ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് കഴിക്കാൻ പറ്റി. അതുമാത്രമല്ല, ഞാൻ പോയപ്പോൾ തിരിച്ച് കുറേയൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ സ്പെഷ്യലി പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് മുരിങ്ങ ചട്നിയാണ്. കാരണം എനിക്കറിയായിരുന്നു ഇപ്പം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് കാൽഷ്യം, അയൺ ലെവൽസൊക്കെ നമ്മുടെ പ്രഗ്നൻസിയിൽ. സോ അതുകൊണ്ട് മുരിങ്ങ എന്ന് പറയുന്ന സംഭവം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മുരിങ്ങ എനിക്ക് ബാംഗ്ലൂരിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് മുരിങ്ങ റെഡിയാക്കി അതിൻ്റെ ഒരു ചട്നിയാക്കി ഞാനത് കൊണ്ടുപോയി ചെയ്ത്. സോ മുരിങ്ങ ചട്നിയുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ്. ഈ പ്രഗ്നൻറ്റ് ലേഡീസിന് മാത്രമല്ല ആർക്കായാലും മുരിങ്ങ ചട്നി വളരെ യൂസ്ഫുൾ ആണ്. കാരണം മുരിങ്ങ ചട്നി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. അത് എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി പറയാൻ പറ്റുന്നത് എൻ്റെ നെക്സ്റ്റ് ജേർണി ആണ്. അത് ഞാൻ ആ ഒരു 1 മന്തിൽ ഗ്യാപ്പിൽ തന്നെ ട്രിവാൻഡ്രത്തേക്ക് പിന്നെയും പോയിട്ടുണ്ടായിരുന്നു. അത് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള യാത്രയായിരുന്നു. സോ ഭയങ്കര രസമായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത കാര്യം ആ ഒരു യാത്രയായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ വീടെത്തിയ സമയത്ത് എന്തായാലും ട്രിവാൻഡ്രത്താണ് ഞാൻ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നത് കൺഫേം ആക്കിയായിരുന്നു. പിന്നെ PRS ഹോസ്പിറ്റലാണ് ചൂസ് ചെയ്തത്. ബിനിത സെഗിൻ എന്ന് പറയുന്ന ഡോക്ടറെയാണ് ഞാൻ ചൂസ് ചെയ്തത്. അതെൻ്റെ ഒരു കസിൻ ഓൾറെഡി കാണിച്ചിട്ടുള്ള ഡോക്ടറായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്കുള്ള ഒരു അഭിപ്രായം എൻ്റെ കസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഞാൻ ആ ഡോക്ടറെ ചൂസ് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് മൈ ബ്രില്യൻ ഡിസിഷൻ, അല്ലെങ്കിൽ എക്സലൻറ്റ് ഡിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ആ ഫുൾ പ്രഗ്നൻസി ജേർണിയിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ആ ഡോക്ടറിനെ പറ്റി. അത്രയും എക്സ്പീരിയൻസ്ഡും അത്രയും വെൽ സ്പോക്കണും ആയിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു. എന്തായാലും ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് ആദ്യം തന്നെ എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഡയബറ്റീസ് ഒന്നും ഇല്ലെങ്കിലും എൻ്റെ അമ്മുമ്മ, അപ്പൂപ്പൻ, അങ്കിൾ, ആൻറ്റി ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഏർലി GTT റെഫർ ചെയ്തായിരുന്നു. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റാണ്. സോ ഞാനത് ചെയ്തപ്പോൾ എനിക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുതലായിരുന്നു. അങ്ങനെ എനിക്കൊരു ഡയറ്റീഷ്യനെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോയി കണ്ട് ഡയറ്റ് മേടിച്ചു. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. പക്ഷേ എനിക്ക് ആ ഡയറ്റ് ഫോളോ ചെയ്യുന്ന പറ്റില്ല. കാരണം എൻ്റെ വർക്ക്, എൻ്റെ സിറ്റുവേഷനൊക്കെ ബേസ് ചെയ്ത് എനിക്ക് ആ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഈസി ആയിരുന്നില്ല. അപ്പം ഞാൻ എൻ്റേതായ രീതിക്ക് തന്നെ ഡയറ്റ് ഫോളോ ചെയ്തു. ഞാൻ ചെയ്ത മാറ്റങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നേരത്തെ ഡിന്നർ കഴിക്കാൻ ശ്രമിച്ചു. കാരണം എനിക്ക് അന്ന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത ദിവസം ഞാൻ തലേ ദിവസം കുറച്ച് വൈകിയാണ്, ലേറ്റായിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. സോ ഞാൻ നേരത്തെ, അതിപ്പോൾ നമ്മൾ മാത്രമല്ല പൊതുവേ എല്ലാവരും ശീലിക്കേണ്ട ഒരു കാര്യമാണ് ഏർലി ഡിന്നർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പലർക്കും ഇത് പറ്റാറില്ല. അപ്പോൾ ആ ഏർലി ഡിന്നറാണ് ഞാൻ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ. അതിലൂടെ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ടെന്നല്ല. ഞാൻ ഷുഗർ കട്ട് ചെയ്തു. ഷുഗർ ഞാൻ യൂസ് ചെയ്തില്ല. അത്രയ്ക്ക് എനിക്ക് ക്രേവിങ്സ് തോന്നുമ്പോൾ മാത്രം ഞാൻ എന്തെങ്കിലും ഷുഗറുള്ള ഐറ്റംസ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അത്രയും ക്രേവിങ്സ് വരുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതെൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്ററിലെ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ എന്നിട്ട് ഞാൻ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ഞാൻ പ്രോട്ടീൻ കൂടുതലെടുത്തു. ഞാൻ ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടുതൽ കഴിച്ചു. എന്നിട്ട് ഞാനൊരു പ്ലേറ്റിംഗ് മെത്തേഡിൽ, ഞാൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വിചാരിച്ച അതേപോലെ തന്നെ പ്ലേറ്റിംഗ് മെത്തേഡിൽ ഞാൻ
ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്തു. ഫസ്റ്റ് ട്രൈമസ്റ്ററിലല്ല, ഞാൻ എൻ്റെ ഈ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ പ്ലേറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തത് ആ മെത്തേഡിൽ തന്നെ ഞാൻ എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്തു. അങ്ങനെ അതിൻ്റെ ആ ഒരു ട്രൈമസ്റ്ററിൻ്റെ ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ റെയിൽവേയിലെ ഡോക്ടർ എനിക്ക് GTT പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ GTT റെഫർ ചെയ്ത സമയത്ത് GTTക്ക് നോർമലായിരുന്നു. എൻ്റെ എല്ലാ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അത് കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ഷുഗറും ഒക്കെ നോർമലായിരുന്നു. പക്ഷെ അന്ന് സംഭവിച്ചത് എനിക്ക് ചെറുതായിട്ടൊരു ഷുഗർ ഡിപ്പ് ഉണ്ടായി. എന്നിട്ട് എനിക്ക് അഡ്മിറ്റ് ആകേണ്ടി വന്ന ഒരു ദിവസം. അത് നോർമലാണ്, പ്രഗ്നൻസി സമയത്ത് ഇങ്ങനത്തെ വേരിയേഷൻസ് ഒക്കെ നോർമലാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ആദ്യം കുറച്ച് നാൾ നിങ്ങളുടെ ക്രേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിലും കുറച്ചൊന്ന് നോക്കുക, ഒരുപാടങ്ങ് കൈവിട്ട് പോകാതെ നോക്കുക. എന്നിട്ട് ഈ GTT ടെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയെന്ന് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്, നിങ്ങളുടെ ഡയറ്റ് എടുക്കാവുന്നതാണ്. ബിക്കോസ് പ്രഗ്നൻസി വരുന്ന ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. ചില ആൾക്കാർക്ക് അത് ആഫ്റ്റർ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് പോകാം. സോ അത് ഡോക്ടറിനോട് സംസാരിച്ച് ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യേണ്ടതാണ്. പിന്നെ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എക്സസൈസാണ്. എനിക്ക് എക്സസൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എക്സസൈസൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. വാക്കിംഗ് ചെയ്യുമായിരുന്നു, അത് നോർമൽ എൻ്റെ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കിംഗ് ആയിരുന്നു. പിന്നെ വീട്ടിലെ വർക്ക്സൊക്കെ ചെയ്യുമായിരുന്നു. ഇതൊക്കെ തന്നെയാണ് എൻ്റെ എക്സസൈസ് എന്ന് പറയുന്നത്. പിന്നെ ആ സമയത്തും എനിക്ക് ഒരുപാട് ചൂട് തോന്നുമായിരുന്നു. നമ്മുടെ വെതർ ഭയങ്കര റെയിനി ഫീലിംഗ് ആയിരുന്നു. ഇത് മഴക്കാലവും അങ്ങനെയൊക്കെയുള്ളൊരു തണുപ്പൊക്കെ, ബാംഗ്ലൂരിൽ ഇത്തിരി തണുപ്പുള്ള സമയമായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ചൂടായിരുന്നു. അതെനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളത് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഫുൾ എനിക്ക് ചൂടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രഗ്നൻസി സിംറ്റം ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഏറ്റവും എന്താ പറയുക, ശരിക്കും നമ്മളൊരു അമ്മയായി എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് അത്രയും മറക്കാൻ പറ്റാത്ത, വേറെ ആരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിക്കിംഗ് ആണ്. വയറ്റിൽ കിടന്ന് നമ്മളെ ചവിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, അത് ബാക്കിയുള്ളവർക്ക് എത്ര നമ്മളെ തൊട്ട് കാണിച്ചാലും അത് കാണിച്ചു കൊടുത്താലും നമ്മളാണ് 24/7 അത് ഫീൽ ചെയ്യുന്നത്. സോ അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. ആദ്യം എനിക്കത് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 to 5 monthsലാണ്. ആൻറ്റീരിയർ പ്ലാസൻ്റ ആയിരുന്നു എൻ്റെത്. പക്ഷെ എന്നാലും ഈ ഒരു എല്ലാവരും വീഡിയോസിൽ കണ്ടതും അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞതും ആൻറ്റീരിയർ പ്ലാസൻ്റ ആയതുകൊണ്ട് വളരെ വൈകിയായിരിക്കും കിക്കിങ് അറിയുന്നത്, അല്ലെങ്കിൽ കിക്കിങ് വളരെ കുറച്ചേ അറിയാൻ പറ്റുള്ളതാണ്. പക്ഷേ എൻ്റെ കേസിൽ എന്ത് ഡിഫറൻസ് ഉണ്ടായെന്ന് എനിക്കറിയില്ല. എനിക്ക് 4 to 5 months തൊട്ട് കിക്കിങ് അറിയാൻ പറ്റുമായിരുന്നു. അത് മാത്രമല്ല, എനിക്ക് നല്ലൊരു രീതിക്കുള്ള സ്ട്രോങ് മൂമെൻറ്റ്സ് ഒക്കെ ഏകദേശം ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ അവസാനമായപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തായിരുന്നു. സോ ഇതാണ് എൻ്റെ കിക്കിംഗ് റിലേറ്റഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇനി എന്താ പറയാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല, എന്തൊക്കെ മെഡിക്കൽ ചെക്കപ്പ്സ് ഞാൻ എടുത്തു എന്നുള്ളതാണ്. ഇത് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം, നിങ്ങൾക്കത് കൺസിഡർ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നെന്ന് വരാം. അപ്പോൾ ഓരോ ആൾക്കാരുടെ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് മാത്രം വെച്ച് നോക്കണ്ട, നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് സംസാരിക്കാം. എനിക്ക് ആദ്യം ചെയ്തത് ഏർലി GTT ആയിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഫാമിലിയിലൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നത് കൊണ്ട്, ഡയബറ്റീസിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ഏർലി GTT, അതായത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുതലായതുകൊണ്ട് എനിക്ക് ഡയറ്റീഷ്യനെ കാണേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ എടുത്തൊരു കാര്യമാണ് ICT എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്രൂപ്പ് നെഗറ്റീവും എൻ്റെ ഗ്രൂപ്പ് പോസിറ്റീവുമാണ്. ആ കേസിൽ അതിൻ്റെ അത്യാവശ്യമില്ല. പക്ഷേ എന്നാലും ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി വെറുതെ എടുത്തേക്കാമെന്ന് പറഞ്ഞു. ശരിക്കും ഈ ഒരു ICT ടെസ്റ്റ് നോർമലി എടുക്കുന്നത് ബ്ലഡ് ഗ്രൂപ്പ് വിമൻസിൽ, അതായത് ഭാര്യ നെഗറ്റീവും ഭർത്താവ് പോസിറ്റീവും ആണെങ്കിൽ, കുഞ്ഞ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ആ ഒരു പ്രഗ്നൻസി ടൈമിൽ, അതായത് ഡെലിവറി ടൈമിലൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊരു പ്രോപ്പർ ബയോളജിക്കൽ കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് പ്രോപ്പറായിട്ട്, ഇൻ കേസ് ദ പ്രഗ്നൻറ്റ് ലേഡി ഈസ് നെഗറ്റീവ് ആൻഡ് ഹസ്ബൻഡ് ഈസ് പോസിറ്റീവ്, അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ എടുത്ത് ഡോക്ടറോട് ഈ കാര്യം പറയേണ്ടതാണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഡെലിവറിയുടെ ടൈമിൽ ഒരു ഇഞ്ചെക്ഷൻ തരാറുണ്ട്. എനിക്കിതിനെപ്പറ്റി അത്ര ഐഡിയ ഇല്ല, ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒരു ഇഞ്ചെക്ഷൻ തരാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഇഞ്ചെക്ഷൻ തന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഒരു ഫോറിൻ ബോഡി ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മളെ ബോഡി റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നടന്നില്ലെങ്കിലും സെക്കൻഡ് പ്രഗ്നൻസിയിൽ ആ റിയാക്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വാക്സിനേഷൻ പോലെ എന്തോ ഇഞ്ചെക്ഷൻ തരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനാണ് ഈ ICT ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെ ഇല്ല, നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ പോസിറ്റീവ്, ഹസ്ബൻഡ് നെഗറ്റീവാണ്. പക്ഷേ എന്നാലും എൻ്റെ ഡോക്ടർ അത്
പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടെസ്റ്റ് ചെയ്തു. ഇറ്റ് വാസ് നെഗറ്റീവ്, ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്തു. നമ്മൾ പ്രഗ്നൻസിയിൽ ഇടയ്ക്കിടയ്ക്ക് ഹീമോഗ്ലോബിൻ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. കാരണം പ്രഗ്നൻസിയിൽ അയണിൻ്റെ അളവ് വളരെ അത്യാവശ്യമാണ് കുട്ടിക്ക് ഓക്സിജൻ ലെവൽ പ്രോപ്പറായിട്ട് പോകാൻ വേണ്ടി. പിന്നെ നമ്മൾ ചെയ്ത കാര്യം അയൺ കാൽഷ്യം ടാബ്ലറ്റ് ഡോക്ടർ തന്നു. നേരത്തെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ഫോളിക് ആസിഡാണ് കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത്. സെക്കൻഡ് ട്രൈമസ്റ്ററിലായപ്പോൾ ഡോക്ടർ അയണിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ 2 വാക്സിനേഷൻ എടുത്തായിരുന്നു. ടി ടിയുടെ 2 ഡോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ മാസത്തിൻ്റെ ഗ്യാപ്പിലാണ് ടി ടിയുടെ ഡോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എനിക്ക് ഞാൻ മെയ്യിൽ ടി ടിയുടെ ഒരു ഫസ്റ്റ് ഡോസ് എടുത്തെങ്കിൽ ജൂണിൽ സെക്കൻഡ് ഡോസ് എടുത്തു. അങ്ങനെ ചെയ്തത്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്കാനിനെ പറ്റിയാണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ 3rd മന്തിലൊരു NT സ്കാനിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതേപോലെ സെക്കൻഡ് ട്രൈമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാനാണ് ഡീറ്റെയിൽഡ് അനോമലി സ്കാൻ എന്ന് പറയുന്നത്. അത് 5th മന്തിലാണ് എടുക്കുന്നത്. എനിക്ക് 5th മന്തിൽ ഏറ്റവും ലാസ്റ്റ് 21st വീക്കിലാണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് വെച്ചാൽ ഡോക്ടർ അതൊരു 1 അവറോളം സമയം എടുത്താണ് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അകത്ത് കിടക്കുന്ന കുഞ്ഞിൻ്റെ എല്ലാ ബോഡി പാർട്സും ഡോക്ടർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരു ഒറ്റ സ്കാൻ ആയിരിക്കില്ല, ചില ആൾക്കാർക്ക് 2 സ്കാൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അത് ഏർലി അനോമലി എന്നും ലേറ്റ് അനോമലി എന്നും പറയും. അത് ചിലപ്പോൾ 5th മന്തിലെ സ്റ്റാർട്ടിങ്ങും 5th മന്തിലെ എൻഡിങ്ങുമായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡോക്ടർ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ആ 2 സ്കാനും എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ആ 2 സ്കാനും ചെയ്യണം. ആ സ്കാൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ളത് GTT ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു ഏർലി GTT എടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ എല്ലാവർക്കും എടുക്കേണ്ടി വരുന്ന കാര്യമല്ല. എനിക്കത് എൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്തു, ഞാനത് എടുത്തു. പക്ഷേ എല്ലാവർക്കും 6th മന്തിലാണ് നോർമലി GTT ടെസ്റ്റ് ചെയ്യാറ്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഈ GTTയുടെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഈ ഇൻസ്ട്രക്ഷൻസ് ഡോക്ടറോ അല്ലെങ്കിൽ ലബോറട്ടറിയോ പറഞ്ഞു തരാറുണ്ട്. നോർമലി നമ്മൾ GTT എടുക്കാൻ വേണ്ടി ഫാസ്റ്റിംഗ് ആയിട്ട് ചെല്ലേണ്ടതാണ്. ഫുഡൊന്നും കഴിക്കാണ്ട് ആദ്യത്തെ ബ്ലഡ് ചെക്ക് ചെയ്യണം രാവിലെ. അത് ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ഗ്ലൂക്കോസിൻ്റെ വെള്ളം അവർ കലക്കി തരും. അതൊരു റേഷ്യോയിലാണ് മിക്സ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ലാബാണെങ്കിൽ അവർ തന്നെ തരും. അല്ല നമ്മുടെ ഒരു ഗവൺമെൻറ് സർവീസ് പോലുള്ള ലാബാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. സോ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ലാബിലാണോ അല്ലെങ്കിൽ എവിടെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഈ ഒരു കാര്യം ചോദിച്ച് അവരുടെ ഇൻസ്ട്രക്ഷൻ കേട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ തലേദിവസമോ അതിന് മുന്നുള്ള ഏതെങ്കിലും ദിവസമോ പോയി ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ഒരു ഗ്ലൂക്കോസ് വെള്ളം കുടിച്ച ശേഷം 1 അവർ 2 അവർ ഗ്യാപ്പിൽ ചിലപ്പോൾ 2 ബ്ലഡ് സാമ്പിൾസ് എടുക്കും. എൻ്റെ പ്രൈവറ്റ് ആയിട്ട് ഞാൻ ചെയ്ത സമയത്ത് ഒരേ ഒരു ബ്ലഡ് സാമ്പിൾ എടുത്തുള്ളത് 2 അവേഴ്സിലായിരുന്നു. പക്ഷേ ഗവൺമെൻറ് സർവീസിൽ 1 അവറിലും 2 അവറിലും ബ്ലഡ് സാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഓരോയിടത്തും ഡിപ്പെൻഡിങ് ആണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ചോദിച്ചു വയ്ക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതൊക്കെയാണ് എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്ററിലുള്ള മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ തന്ന വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സോ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കിട്ടിയെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇതൊരു പ്രൊഫഷണൽ ഹെൽപ്പ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. മസ്റ്റായിട്ട് ഡോക്ടറോട് ഷെയർ ചെയ്ത് ഡോക്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻസും എല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കേണ്ടതാണ്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ 3rd ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ മുരിങ്ങ ചട്നിയുടെ റെസിപ്പിയും ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.